ശബരിമലയിൽ ഇന്ന് രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്. കഴിഞ്ഞ 2 ദിവസം വലിയ മഴയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 3-ന് നട തുറന്ന് ആദ്യ 5 മണിക്കൂറിൽ 30,381 പേർ ദർശനം നടത്തി. തത്സമയ ബുക്കിങ്ങിലൂടെ 7,665 പേരും ദർശനം നടത്തി. ഇന്നലെ വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മഴയാണെങ്കിൽ പോലും ഇന്നലെ 83,250 പേർ ദർശനം നടത്തി. ഇന്നലെ തത്സമയ ബുക്കിങ്ങിലൂടെ 15,428 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 4,216 കുട്ടികളും ദർശനം നടത്തി. സ്വാമി, ഇന്നിപ്പോൾ മഴ അല്പം മാറി നിൽക്കുകയാണ്. അപ്പോൾ മലകയറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു, സുഖകരമായിട്ട് യാത്ര ചെയ്തത്. ഇവിടെ വന്നപ്പോൾ മഴയില്ലായിരുന്നു. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ വ്യാപകമായിട്ട് മഴയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം മഴ നല്ലപോലെ കുറവുണ്ട്. ഇന്നലെയൊക്കെ ശബരിമലയിൽ വലിയ മഴയായിരുന്നു. ഇന്നിപ്പം തെളിഞ്ഞ കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥയാണ്. ഇന്ന് കുഴപ്പമില്ല, നല്ല ദർശന സൗകര്യം ഉണ്ടാവും. എത്ര സമയം എടുത്തു പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ? പമ്പയിൽ നിന്ന് നമ്മൾ ഒരു മണിക്കൂർ കഷ്ടിയെടുത്തു. നടപ്പത്തിൽ മാത്രം ശാല തിരക്കുള്ളായിരുന്നു. ഒരു 15 മിനിറ്റ് ക്യൂ നിന്നുള്ളൂ. നല്ല ദർശനത്തിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. നല്ല കാലാവസ്ഥയാണ്. നിരക്കിൽ നിന്ന് മാത്രം ബസ്സിന് പോകുന്നതുകൊണ്ട് ഇച്ചിരി താമസം വന്നോളൂ. ഇന്നലെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു. ദർശനത്തിന് കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും അയ്യപ്പള്ളി നല്ല രീതി നടക്കും. ഇത് കാലാവസ്ഥ പൊതുവെ അനുകൂലമാണ്. മഴ അല്പം മാറി നിൽക്കുക. മഴ മാറി നിൽക്കുന്നത് നല്ലതാണ്. ഇന്നും നല്ല കാലാവസ്ഥയാണ്, നല്ല പ്രകൃതിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്നലെയൊക്കെ ഭയങ്കര മഴയില്ലായിരുന്നു, ഇന്ന് കുഴപ്പമൊന്നുമില്ല. മഴയുള്ള സമയത്ത് 18-ാം പടി ചവിട്ടിക്കയറുന്നതിന് തീർത്ഥാടകർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ മഴയുള്ള സമയത്ത് പടികളൊക്കെ വഴുക്കി കിടക്കുകയായിരിക്കും. ആ സമയത്ത് 1 മിനിറ്റിൽ ഈ 18-ാം പടി ചവിട്ടിക്കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറയാറുണ്ട്. സാധാരണ തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ 1 മിനിറ്റിൽ 92 തീർത്ഥാടകർ വരെ 18-ാം പടി ചവിട്ടിക്കയറുന്നുണ്ട്. അത് മഴയുള്ള സമയത്ത് ഈ പടിയിൽ വഴുക്കലായതിനാൽ ആ എണ്ണം 66 വരെ കുറയാറുണ്ട്. എന്നാലും ശരാശരി 75 മുതൽ 80 ഭക്തർ വരെ 1 മിനിറ്റിൽ 18-ാം പടി ചവിട്ടിക്കയറുന്നുണ്ട്. ഏതായാലും ഇന്ന് ശബരിമല സന്നിധാനത്ത് മഴ ഇല്ലാത്തതിനാൽ ഭക്തർക്ക് സുഗമമായി 18-ാം പടി ചവിട്ടിക്കയറി ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനോടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.